VS അച്യുതാനന്ദൻ തന്നെ വെറുതെ വേട്ടയാടുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാതി. അതിപ്പോൾ പാർട്ടി ആയാലും സമുദായമായാലും കുലയിൽ കുത്തുകയാണല്ലോ അച്ചുമാമന്റെ ശീലം. ഇങ്ങനെ നിരന്തരം ദിവസം നടന്ന് പറയാൻ തുടങ്ങി ഞാനെന്ത് ചെയ്യും? അദ്ദേഹം ഈ പറയണത് അദ്ദേഹത്തിന് അറിയാൻ ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ അദ്ദേഹം എന്നെയൊന്ന് ഇളക്കി ദേവോത്സവം രണ്ട് പീഡനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഞാൻ പലതിൽ നിന്നും മാറിക്കളയുന്നു, ഒതുങ്ങിക്കളയുന്നുള്ളതാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് വെച്ച കാര്യം ഇനി ഇപ്പോ പേട്ടേക്ക് വെച്ചു ജീവിതത്തിൽ മരണമല്ലേ പറയുള്ളൂ. ഞാൻ മരണം പല പ്രാവശ്യം കണ്ടതാണ്. മരണത്തിന് മുമ്പേറാണ് ഞാൻ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. SNDP യോഗത്തിൽ പാർട്ടിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഭൂരിപക്ഷ സമുദായം ഒരു പാർട്ടി ഉണ്ടാക്കും. ആ പാർട്ടി ഉണ്ടാക്കുമെന്നതിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ആള് എന്നതിലേക്ക് അതിന് ഉപദേശം കൊടുക്കുന്ന ആളെന്നതിലും എന്നൊരു ദേശബോധം ചെയ്യുക. അതിൽ നിന്ന് നിരന്തരം ഇങ്ങനെ വേട്ടയാടി കഴിയുമ്പോൾ ഒരു മാനസിക പീഡനം വന്ന് ഞാനതിൽ നിന്ന് പിന്മാറുമെന്ന് ധരിച്ചിരിക്കാം. പക്ഷേ അത് തെറ്റിപ്പോയി. ആ ലക്ഷ്യം അടുത്ത ഡിസംബർ 5-ാം തീയതി ഈ സംഗമം കടപ്പുറത്ത് ആ പൂവണിയും. ഞാൻ ചോദിക്കാം, ഞങ്ങൾ ഉണ്ടാക്കുന്നതിന് മാത്രം നിങ്ങൾക്ക് പണക്കെന്താണ്? കേരള കോൺഗ്രസ് എത്ര ഉണ്ട്? 6 നിങ്ങൾക്ക് ആർക്കൊരു വിഷമമില്ല. ജോസഫ് ഉണ്ട്, മാണിയുണ്ട്, ജേക്കബ് ഉണ്ട്, പിന്നെ VC തോമസ് ഉണ്ട്, കറിയ തോമസ് ഉണ്ട്, പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, ഹൈറേഞ്ച് കമ്മ്യൂണിസ്റ്റ് സമിതി ഉണ്ട്. ഇതൊക്കെ ഓരോ അച്ഛനും അമ്മയും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. ഞങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പോകുമ്പോൾ വൈറ്റ് വേനത് ഇപ്പൊ കാട്ടുപുറം ഉണ്ടാക്കുന്നില്ലേ? ആർക്കും ഒരു ആക്ഷേപമില്ല. എടാ, ഇതിപ്പോ ഞാൻ തെറിയേക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. കുമാരനാശാൻ കേട്ടതല്ലേ? കുമാരനാശാൻകുട്ടി രാമവൃക്ഷത്തിൽ കുയിലെഴുതിച്ചത് ഇവിടെ വേറെ ഒരു സമുദായമല്ല, ഈഴവൻ തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് കൈതമക്കാണ് അതിന് സാക്ഷിയാണ്. അത് കെട്ടിയപ്പോഴാണ് കുമാരനാശാൻ 8 ഏക്കറും പൊട്ടിച്ചെന്ന് ഒരു നായർ ക്രിസ്ത്യാനി മുസ്ലിമല്ലേ പറഞ്ഞത്. സാക്ഷാ ചോൻ തന്നെ പറഞ്ഞത്. ഈഴവന്റെ സ്വഭാവം അതാണ്. തനിക്കെതിരെ VS വാളെടുക്കുന്നതിന്റെ കാരണം ഒടുവിൽ വെള്ളാപ്പള്ളിക്ക് പിടികിട്ടി. അത് ശരിയാണെങ്കിൽ ജാത്യാ ഗുണം തൂത്താൽ പോകില്ലല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഡെമോക്രസി വീണ്ടും അടുത്ത ദിവസം.